പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് ഒക്കെ എത്തി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് VR ബോക്സ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അത്ര പോരാ, ഇത് ലോക്കലാണ്, ഇത് നമുക്ക് VR ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഒന്നും കിട്ടത്തില്ല എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞില്ല ഇത് VR ആയിട്ടുള്ള എഫക്റ്റ് കിട്ടും, ഇത് 400 രൂപ വരുന്നൊരു സാധനമാണ്. ഒറിജിനൽ VR നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വല്ല മോളിലോ വല്ല പോകുമ്പോഴേ നമുക്ക് കണ്ണിൽ വെച്ച് കാണിക്കുന്ന ഒറിജിനലായിട്ടുള്ള VR എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് കറക്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു VR ബോക്സ് പൊളിച്ച് ഇതിനകത്ത് എന്താണ് സാധനം നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ 400 രൂപ എടുക്കുന്നുണ്ട്, നമുക്ക് VR എഫക്റ്റേ കിട്ടുന്നില്ല. എന്താണ് അതിനകത്തുള്ളതെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. കൂടുതലൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അത് ആ ബോക്സിലൊക്കെ നമ്മളെടുത്ത് വെച്ചേക്കാണ്. 400 രൂപ കണ്ടോണ്ട് ഇതിൻ്റെ വില വരുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ബോക്സിനകത്ത് നമ്മൾ തുറക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ മെയിൻ VR ബോക്സ് കിട്ടും. VR ബോക്സ് പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. ഇത് നമ്മുടെ എന്താ പറയുക ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ആ ഒരു VRൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ കണ്ണാടി തുടക്കാനുള്ളൊരു തുണി വരുന്നുണ്ട്. അപ്പോൾ ഈ പെട്ടിയും ഇതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ VR ബോക്സ് എന്ന് പറയുന്നത്. ഇതൊരു എലാസ്റ്റിക്കാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്താണ് കാണുന്നതെന്ന്. ഇവിടെ VR ബോക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സാധനത്തിലാണ് നമ്മുടെ എന്താ പറയുക ഫോൺ വയ്ക്കുന്നത്. ഇത് ഒരു എലാസ്റ്റിക്കാണ്, അപ്പം പ്ലാസ്റ്റിക് സാധനമാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, സ്പ്രിങ്ങൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഒരു പ്ലാസ്റ്റിക്കാണ്. പിന്നെ നമ്മൾക്ക് ഇവിടെ ഇളക്കാനായിട്ട് സ്ക്രൂ ഒന്നും കാണുന്നില്ല. ഓക്കെ, ഇവിടെ സൈഡിലായിട്ട് കണ്ട ഇവിടെ കുറേ സ്പോഞ്ചുകളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ഈ ഒരു സൗണ്ടിൻ്റെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് കുറേ സ്പോഞ്ചുകളൊക്കെ അമ്മ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഓക്കെ, ഇത് ഇളവി വരുന്ന ഒരു സാധനമാണ് കേട്ടോ, ഈ ഒരു മൂടി. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് എത്രത്തോളം ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇത് സൗണ്ട് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ എന്താ പറയുക അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, അത് ഇളവി വരും. ഇളക്കിയതിന് ശേഷം പിന്നെ ഇതിനകത്ത് ഇളക്കാവുള്ളത്. ഓക്കെ, ബാക്കി വരുന്നത് സ്ക്രൂ ആണ്. ആ ഒരു സ്ക്രൂ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇളക്കി കഴിയുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ ഒരു പീസുമാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആയിട്ട് ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല. ആകെ ഉള്ളത് ഇതുപോലത്തെ 2 കണ്ണാടിയാണ്. അത് ഇങ്ങോട്ട് മുകളിലോട്ടും താഴോട്ടും ആക്കുമ്പോൾ ഉള്ള സംഭവമാണ്. ആകെ ഈ ഒരു കണ്ണാടി മാത്രമാണ് ഇവിടെ കാണുന്നത്. അത് ഇളക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇത് പക്കാ പറ്റിപ്പണം ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു VR ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് ഇതിൽ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ അത് വീഡിയോ ഇട്ടപ്പോൾ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് VR ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുമെന്ന്. ഒറിജിനലായിട്ടുള്ള VR കിട്ടണമെങ്കിൽ തന്നെ ഏകദേശം 50,000 കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. എന്നാലും കുറച്ച് ക്വാളിറ്റിയുള്ള VR വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അനുസരിച്ചുള്ള എഫക്റ്റ് കിട്ടും. പക്ഷേ ഇതിനകത്തൊന്നും ഒട്ടും കിട്ടത്തില്ല. ഇത് ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഏകദേശം 400 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. എന്തായാലും വളരെ മോശമായിപ്പോയി ഇത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഭൂതക്കണ്ണാടി ലെൻസാണ്. ഈ ഒരു ലെൻസ്. അപ്പോൾ അത് 2 എണ്ണം ഉണ്ട്. ഓക്കെ, 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത്രയും പാർട്സാണ് നമുക്ക് ഈ ഒരു VR ബോക്സിനകത്തുനിന്ന് കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മിറർ. അതായത് മിറർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാഗ്നിഫിക്കേഷൻ ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു ഗ്ലാസ്സിൽ നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കണ്ടോ, എല്ലാ സാധനങ്ങളും നമുക്ക് മാഗ്നിഫിക്കേഷൻ മിററിനാണ് നമ്മൾ ഈ ഒരു 400 രൂപ കൊടുക്കുന്നത്. വെറും ലോ ക്വാളിറ്റി, പക്കാ ലോ ക്വാളിറ്റി സാധനമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, പക്കാ ലോ ക്വാളിറ്റിയാണ്. അങ്ങനെ ഒരു മിറർ നമുക്കിവിടെ കിട്ടും. പിന്നെ ഇത് അതിൻ്റെ ഫ്രണ്ടിലെ മൂടിയാണ്. ആ ഒരു മൂടി കിട്ടും. പിന്നെ ഇത് VR ബോക്സ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ഉടായ്പ സംഭവമാണ്, അത് കിട്ടും. പിന്നെ ഫോൺ വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡ് കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞത്. കേട്ടോ, ആ സ്പ്രിങ് ഇപ്പം തന്നെ പോയി. കണ്ടോ, ഒരു സ്പ്രിങ് കിടന്ന് ആടണുണ്ടോ, അത് ഇപ്പോഴേ പോയി. പിന്നെ ഇത് നമ്മളെ കണ്ണ് വയ്ക്കുന്ന ഭാഗമാണ്. ഇത് ഓക്കെ, അതിൻ്റെ ആ ഒരു മെയിൻ ബോഡിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്പോഞ്ച് കുഷൻ. ഈ കുഷനൊക്കെ ചുമ്മാ വെച്ചേക്കുന്നതാണ്. നമ്മൾ കുറേ നേരം വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നെറ്റിയൊക്കെ വേദനിക്കും.
കുത്ത സാധനമാണ്. അപ്പോൾ മെയിനായിട്ട് എന്താ ഈ ഒരു 2 സാധനം ഇതിനകത്തുള്ളൂ. ചൈനീസ് സാധനമാണിത്, നമ്മുടെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ചൈനീസ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള VR എഫക്റ്റും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സാധനമായിട്ടൊന്ന് അടുക്കി വെച്ച് നോക്കാം. അടുത്തൊരു സാധനം വാങ്ങുമ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഒരു VR ബോക്സ് എന്ന് പറഞ്ഞാൽ ആകെ ഈ ഒരു കണ്ണാടിക്കാണ് നമ്മൾ ഇത്രയും പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇതുപോലെ ഒരു 2 ഭൂത കണ്ണാടി കിട്ടും, കാണാൻ കൊള്ളല്ല. അപ്പോൾ ഇതുപോലെ ഒരു 2 ഭൂത കണ്ണാടി കിട്ടും. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ചാനലിൽ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ക്രാഫ്റ്റ് പരമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അങ്ങോട്ടുള്ള സപ്പോർട്ട് ഉണ്ടായില്ലേ ഇതുപോലുള്ള വീഡിയോസ് ഇനി ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഞാൻ ഇത് കാണിക്കാൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഞാൻ താത്തി പറയുന്നതല്ല. പല ആളുകളും VR എക്സ്പീരിയൻസ് കിട്ടുമെന്നും പറഞ്ഞ് പൈസ കൊണ്ട് കൊടുക്കുന്നതാണ്, പെട്ടുപോകുന്നതാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അവിടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇതിലും കിടിലവും അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.